Good morning. Good morning. സുഖാണല്ലോ. അവിടെ സുഖാണോ? സുഖം. ചൂട് എങ്ങനെയുണ്ട്? ചൂടിന്റെ സുഖം എങ്ങനെയുണ്ട്? നല്ല ചൂടാണല്ലോ. അതേ ഉള്ളൂ അല്ലെ. അടിപൊളി. നല്ല ചൂടാ. മഴ പെയ്തായിട്ടില്ല. നമ്മൾ അന്ന് ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ അന്ന് വൈകുന്നേരം കണ്ട് മഴ പെയ്യും തോന്നും. ഞങ്ങളുടെ അവിടെയൊക്കെ പെയ്തോ മഴ? ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പെയ്തോളെ. 2 ദിവസം പിന്നെ കിടക്കാൻ വേണ്ടി കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയും തുടങ്ങിയല്ലേ ചൂട്. 10 മണിയാകുമ്പോ തൊട്ട് നല്ല ചൂടാ. ഇന്നലെ അധികം ചൂടുണ്ടായിരുന്നില്ല. മിനിയാന്നായിരുന്നു. ഇനിയിപ്പോ ചൂട് കൂടിക്കോളും. 2 ദിവസമായിട്ട് അത്ര ചൂടുണ്ടായിരുന്നില്ല. കിടക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല മഴ പെയ്ത. ആ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടാ? വായിച്ചു നോക്കിയാ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എത്ര വരെയായിരുന്നു? കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഇസ് സ്പേസ്ഡ്. നമ്മള് 3 സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞല്ലേ. ക്ലിനിക്കൽ ഓർഡർ സിസ്റ്റം, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, 2-bin സിസ്റ്റം. ഓക്കെ, 3 സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്. പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഓക്കെ, ബൾക്ക് സ്റ്റോറേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലെ. പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സ്റ്റേഷനറി ഐറ്റംസുകളായാലും നമ്മൾ ബൾക്ക് സ്റ്റോറേജ് ആണ് ചെയ്യാറ് അല്ലെ. എപ്പോ വേണമെങ്കിലും ആവശ്യമായിട്ട് വരും അല്ലെ. നമ്മൾ ബൾക്ക് സ്റ്റോറേജ് ചെയ്യാറുണ്ട്. പേപ്പേഴ്സ് അല്ലെ, പേപ്പേഴ്സ് ആയാലും ബുക്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ്. ഇനി ഷെൽഫ് സ്റ്റോറേജും ചെയ്യാറുണ്ട്. ഓരോ റെക്കോർഡ്സ് ആയാലും അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഷെൽഫിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ബോക്സ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ബിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഫ്രിഡ്ജ്. ഓക്കെ, ഇനി ഇവാപോറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. എക്സാമ്പിൾ സ്പിരിറ്റ്. എന്താണ് ഇവാപോറേറ്റീവ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഇവാപോറേറ്റീവ്? എന്താണ്? പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന ലിക്വിഡ്സ് ആണ് എന്തെന്ന് ഇവാപോറേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്, അതിനെയാണ് ഇവാപോറേറ്റീവ് എന്ന് പറയുന്നത്. ഡേഞ്ചർ മെറ്റീരിയൽസ് സ്റ്റോറേജ്. എക്സാമ്പിൾ മെർക്കുറി, സിഡെക്സ്. സിഡെക്സ് എന്ന് പറഞ്ഞാൽ ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ബ്രാഞ്ച് നെയിം ആണ്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജിൽ വരുന്നത്. മെർക്കുറി, സിഡെക്സ്. ഇനി എന്താ? വൊളാറ്റൈൽ. വൊളാറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈസിലി ഇവാപോറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഓക്കെ, നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങൾ. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന ഐറ്റംസുകൾ അതേതൊക്കെയാണ്? ക്ലോറോഫോം, അതുപോലെ തന്നെ ആൽക്കഹോള്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? വൊളാറ്റൈലിൽ വരുന്നത് കേട്ടോ. വൊളാറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്നതിനെയാണ് നമ്മള് വൊളാറ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്ലോറോഫോംസ്, അതുപോലെ ആൽക്കഹോൾ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഏതൊക്കെയാണ്? ബൾക്ക് സ്റ്റോറേജ് ഉണ്ട്, ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്, ബിൻ സ്റ്റോറേജ്, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഇവാപോറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, വൊളാറ്റൈൽ.
ഇനി ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഏതൊക്കെ സ്റ്റോഴ്സ് ആണുള്ളത്? ഡ്രഗ് സ്റ്റോഴ്സ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഡ്രഗ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സർജിക്കൽ സ്റ്റോഴ്സ് എന്തായിരിക്കാം? സർജിക്കൽ സ്റ്റോഴ്സ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ അല്ലെ, വസ്തുക്കൾ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അനസ്തെറ്റിക് സ്റ്റോഴ്സ് അറിയാലോ, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി കിച്ചൺ സ്റ്റോഴ്സ് എന്താണ്? ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. ലിനൻ എന്താണ്? ലിനൻ എന്താണ്? ലിനൻ സ്റ്റോഴ്സ് ക്ലോത്തുമായിട്ട്, ഓക്കെ, ലോണ്ട്രി അല്ലെ, ബെഡ്ഷീറ്റ്, ക്ലോത്തുകള്, അതുപോലെ പില്ലോ കവേഴ്സുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലിനൻ സ്റ്റോറുകൾ ഉള്ളത്. ഇനി ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാലോ, ഹോസ്പിറ്റലില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്നതാണ് ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോഴ്സുകളാണ് ഹോസ്പിറ്റലിലുള്ളത്. ഡ്രഗ് സ്റ്റോർ ഉണ്ട്, സർജിക്കൽ സ്റ്റോർ ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോഴ്സ് ഉണ്ട്, കിച്ചൺ സ്റ്റോർ, ലിനൻ, ആൻഡ് ലാസ്റ്റ് വൺ ജനറൽ സ്റ്റോർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോഴ്സ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആർ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ലൊക്കേഷൻ? അവിടെ ലൊക്കേഷൻ എന്നല്ല കൊടുത്തിരിക്കുന്നത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോഴ്സ് ആർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് തന്നെയല്ലേ? ഓക്കെ, അപ്പോ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോഴ്സ് ആർ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റോറിന്റെ ലൊക്കേഷൻ എവിടെ നിന്ന് വരണം അല്ലെങ്കിൽ എവിടെ വരണം എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസർനെസ് ടു ദ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് അല്ലെങ്കിൽ ആ ഐറ്റം അല്ലെങ്കിൽ ആ ഐറ്റം ഉപയോഗിക്കുന്നത് അതിന്റെ അടുത്തായിരിക്കണം ആ സ്റ്റോർ വരേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണോ അത് ഉപയോഗിക്കുന്നത് അത് അതിന്റെ അടുത്തായിട്ട്, ആ സ്റ്റോർ അതിന്റെ അടുത്തായിട്ട് വരും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഫാർമസി അല്ലെ. ഫാർമസി എന്താണ്? ഏതിന്റെ അടുത്ത് വരണം? ഏതിന്റെ അടുത്തൊക്കെ വരണം? ഫാർമസി ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊക്കെ വരണം? ഡ്രഗുകള് അല്ലെങ്കിൽ മെഡിസിൻസുകൾ എളുപ്പത്തിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ക്വാലിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫാർമസി ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് എന്താണ്? ഈ ഫാർമസി ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് പറയുന്നത് ക്ലോസർനെസ് ടു ദ യൂസർ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് കൂടുതലായിട്ട്, മെഡിസിൻ ആവാം, പല മെറ്റീരിയൽസ്, മെഡിസിൻ തന്നെ എടുക്കാം നമുക്ക്. ആ മെഡിസിൻ തന്നെ കുറെ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം ഫാർമസി വരേണ്ടത്. ഇനി എന്താണ്? ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലാവണം സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇല്ലോ ഇപ്പോ എന്താണ്, നമ്മളിപ്പോ ചെറിയ രീതിയിലാണ് ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയത്. ഇനി ഭാവിയിൽ ചിലപ്പോൾ അത് വിപുലീകരിക്കാൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്, അത്തരത്തിലുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ നമ്മൾ പണിയേണ്ടത് അല്ലെ. അപ്പോഴാണ് നമുക്ക് ഭാവിയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറിന്റെ ലൊക്കേഷൻ ഉണ്ടാവേണ്ടത്. ഇനി എന്താ? അവൈലബിലിറ്റി ഓഫ് എ വെഹിക്കിള്. എന്താണ്? ഡ്രഗുകള് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനങ്ങള് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റി വേണം അല്ലെ. ഇപ്പോ പല മെറ്റീരിയൽസും, പല ഡ്രഗുകളായാലും പല എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യണം? ഇറക്കാനായിട്ട് അല്ലെ. ഇപ്പോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഒരു പാർക്കിംഗ് ഏരിയ അല്ലെ അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പാർക്കിംഗ് ആൻഡ് അൺലോഡിങ് അല്ലെ. ലോഡ് ചെയ്യാനായിട്ടും ഇറക്കാനായിട്ടും കയറ്റാനായിട്ടും പാർക്കിംഗ് ഏരിയ വേണം. അതുപോലെ തന്നെ വാഹനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടൊരു അവൈലബിലിറ്റി അല്ലെ, കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ അത് ഒരു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവശ്യമായ സാധനങ്ങൾ വെക്കാനായിട്ട് സ്റ്റോറിൽ സ്ഥലം വേണം ഇല്ലേ? അതെ. അപ്പൊ എന്താണ്? സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലം സ്റ്റോറിൽ ഉണ്ടായിരിക്കണം.
ഇനി നമ്മള് സ്റ്റോറിന് കുറച്ച് സ്ഥലമുള്ളൂ, സാധനങ്ങളാണെങ്കിലോ ഒത്തിരി ഉണ്ട്. അപ്പൊ എന്താണ്, അത് വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കുത്തി നിറച്ചൊക്കെ വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറിന്റെ ഇത് വേണ്ടത് എന്താണ്, സൗകര്യം എങ്ങനെയാണ്, ആവശ്യത്തിനുള്ള സ്പേസ് വേണം. സാധനങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ക്രമീകരിച്ച് വെക്കാനായിട്ടുള്ള സ്പേസ് അവിടെ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ആണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് സേഫ് ആയിട്ടുള്ള സ്റ്റോർ വെക്കാനായിട്ടുള്ള സൗകര്യം. ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കണ്ടു, അതൊക്കെ സേഫ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ആരെങ്കിലും സ്റ്റാഫുകൾ തന്നെ ആയാലും ചിലപ്പോൾ ധൃതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ എന്തെങ്കിലും തട്ടിമറിച്ചിട്ടാലോ അല്ലെങ്കിൽ സ്ഫോടനം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ സേഫ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെക്കാനുള്ള ഒരു സ്പേസ്, സൗകര്യം അവിടെ ഉണ്ടാവുക. ഇനി എന്താ, സേഫ്റ്റി, സാധനങ്ങൾ വെക്കാനായിട്ടും അതുപോലെ തന്നെ സ്റ്റാഫിനായാലും ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും സ്റ്റോറിന്റെ സ്ഥാനം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം അത്തരത്തിലുള്ളൊരു സ്ഥാനമായിരിക്കണം സ്റ്റോറിന് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം ഡേഞ്ചറസ് ആയിട്ടുള്ളതും നോൺ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ, അവിടെ നിൽക്കുന്ന, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് സേഫ്റ്റി, നമ്മൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങളും സ്റ്റോറിന് ഉണ്ടാകണം. ഇൻഫ്ലേമബിൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, തീപിടുത്തമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ അതെന്താണ്, മെറ്റീരിയൽസ് സേഫ് ആക്കാനും ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, ജീവനക്കാരുടെ സേഫ്റ്റി ആണ് അല്ലെ. അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യങ്ങളും ആർക്കുണ്ടാവണം, നമ്മുടെ സ്റ്റോറിന് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. പെട്ടെന്ന് അവരെ നീക്കാനായിട്ടായാലും അങ്ങനെയുള്ള സൗകര്യങ്ങളും ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റോറിൽ വരുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് സ്റ്റോർസും വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സിന്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, വായിച്ചു നോക്കിയേ. Okay, documents or records keep in stores. First one എന്താ, സ്റ്റോർസ് മാനുവൽ. എന്തായിരിക്കാം സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം സ്റ്റോർസ് മാനുവൽ? സ്റ്റോറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകൾ എത്ര എണ്ണമുണ്ട്, സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, അവരുടെ ടൈമിങ് എങ്ങനെയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാനുവൽ ആണ് എന്ത്, സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റോർസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ടൈമിങ് എങ്ങനെയാണ്, അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് റിക്വസിഷൻ അറിയാലോ. എന്താ പർച്ചേസ് റിക്വസിഷൻ? നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇല്ലേ?
പാഠം തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട് പർച്ചേസ് റിക്വസിഷൻ. എന്താണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? അഭ്യർത്ഥന. എന്തായിരിക്കും പറയാൻ പറ്റുമല്ലോ? എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്താണ്? അഭ്യർത്ഥന നടത്തുക അല്ലെ? ആരാ അഭ്യർത്ഥന നടത്തുന്നത്? റിക്വസ്റ്റ് കൊടുക്കുന്നത് ആരായിരിക്കും? അതന്നെ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന അഭ്യർത്ഥന, അതിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് പ്ലാൻ പർച്ചേസ് എങ്ങനെ ചെയ്യണം എന്ന് ആസൂത്രണം ചെയ്യുന്നതാണ് പ്ലാനിങ്. നമ്മൾ നടത്താറുണ്ട് അല്ലെ? ഇപ്പൊ ഒരു യാത്ര പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ടൂറൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ? ആസൂത്രണം ചെയ്യാറുണ്ട് നമ്മള് അല്ലെ? എത്ര ദിവസമായിരിക്കണം, അപ്പൊ എന്തൊക്കെ സാധനങ്ങള്, ഏത് ബാഗ് എടുക്കണം, എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? ആരൊക്കെ ഉണ്ടാവും, അപ്പോ അതുപോലെ തന്നെ എന്ന് പോണം, വണ്ടി ബുക്ക് ചെയ്യണം, ഏത് വണ്ടി ബുക്ക് ചെയ്യണം, എത്ര രൂപ ചെലവ് വരുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് സ്റ്റോഴ്സില് പർച്ചേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, ആസൂത്രണം നടത്തണം. ഇനി എന്താണ് പർച്ചേസ് ഓർഡർ? എന്താണ്? കസ്റ്റമേഴ്സ് ആൻഡ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ആർക്കാ? ഓർഡർ കൊടുക്കുന്നത് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയർ തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആർക്ക് ഓർഡർ കൊടുക്കും? സപ്ലയർക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അല്ലെ? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ സപ്ലയറും കസ്റ്റമറും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഡെലിവറി ചലാൻ എന്തായിരിക്കും? ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാല് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഫോർമൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഫോർമൽ ഡോക്യുമെന്റിനെയാണ് നമ്മള് എഗ്രിമെന്റ് അല്ല ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഇത് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു എന്താണ് ഫോർമൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. എന്തായിരിക്കാം ഗുഡ്സ് റിസീവ്ഡ് നോട്ട്? സ്റ്റോർസിലേക്ക് എന്തൊക്കെ സാധനങ്ങള് സപ്ലയർ കൊണ്ടുവന്നു അല്ലെ? റിസീവ് ചെയ്തു അല്ലെ? സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോർസിലേക്ക് റിസീവ് ചെയ്തത്, അത് അങ്ങനെയുള്ള ഒരു നോട്ട് അല്ലെ? അതിനെയാണ് നമ്മള് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗുഡ്സ് റിട്ടേൺ നോട്ട് എന്തായിരിക്കാം? അറിയാൻ പറ്റുമല്ലോ. ഗുഡ്സ് റിട്ടേൺ നോട്ട് നേരെ തിരിച്ചുള്ളത്, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അല്ലെ? ഇപ്പോ എന്താണ്, ഇപ്പോ എന്തെങ്കിലും റോങ് ആയിട്ടുള്ളത് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഇപ്പോ എന്താ ഡാമേജ് ഉള്ളതോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. നമ്മൾ എടുത്തു വയ്ക്കും അല്ലെങ്കിൽ അല്ല തിരിച്ചു കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോഴ്സിൽ നിന്നും റിട്ടേൺ ചെയ്തിട്ടുള്ളത്, അതാണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്. ഇനി മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഹോസ്പിറ്റലുകളില് സ്വന്തമായി തന്നെ, ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചില ഹോസ്പിറ്റൽസില് സ്വന്തമായിട്ട് തന്നെ അവരെന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ തന്നെ മെഡിസിനുകൾ മാനുഫാക്ചർ ചെയ്യും ഇല്ലേ? അപ്പോ അങ്ങനെ ആ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ട് ചില മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ വേണ്ടി വരുന്ന മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥനയാണ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാല്. മനസ്സിലായോ?
അപ്പൊ സ്വന്തമായിട്ട് തന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഈ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ മെഡിസിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ചില മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. അങ്ങനെ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോൾ അവർ നടത്തുന്ന അഭ്യർത്ഥനയാണ്, റിക്വസിഷൻ ആണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ആണ് വിൻ കാർഡ്. വിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർസിലെ ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് വിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോർസിലെ ഐറ്റത്തിന്റെ പൊസിഷൻ, സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോറില് ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് വിൻ കാർഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇത് സ്റ്റോർസ് ലെഡ്ജേഴ്സ്. അതറിയാൻ പറ്റുമല്ലോ കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ. ലെഡ്ജേഴ്സ് അല്ലെ, സ്റ്റോർസിൽ എങ്ങനെയാണ് ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഉള്ളത്, അപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കും അല്ലെ. ഇന്ന മെറ്റീരിയൽസ് ഇത്ര ഇല്ലേ, സ്റ്റോർസിൽ എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മള് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇത് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ? ഡാമേജ് ആയിട്ടുള്ളത്. പിന്നെ ഡാമേജ് ആയിട്ടുള്ളത് മാത്രമാണോ? ഡാമേജ് ആയിട്ടുള്ളത് നമ്മൾ തിരിച്ചു കൊടുക്കില്ലേ? ഗുഡ്സ് റിട്ടേൺ നോട്ടില് എക്സ്പയറി ആയിട്ടുള്ളത് ഡെഡ് സ്റ്റോക്ക് അല്ലെ. എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ കാലാഹരണപ്പെട്ട ഐറ്റംസ്, ഔട്ട്ഡേറ്റഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കാലാഹരണപ്പെട്ടത്, ഔട്ട്ഡേറ്റഡ്, എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ്, അതിന്റെയൊക്കെ റെക്കോർഡുകളാണ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ സ്റ്റോർസ് മാനുവൽ ഉണ്ട്, പർച്ചേസ് റിക്വസിഷൻ ഉണ്ട്, പർച്ചേസ് പ്ലാൻ ഉണ്ട്, പർച്ചേസ് ഓർഡർ ഉണ്ട്, ഡെലിവറി ചലാൻ ഉണ്ട്, ഗുഡ്സ് റിട്ടേൺ നോട്ട്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്, വിൻ കാർഡ്, സ്റ്റോർസ് ലെഡ്ജർ, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. വായിച്ചോക്കേ, ഓരോന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കാം കേട്ടോ. ചെയ്യാം.
ഇനി നെക്സ്റ്റ് ആണ് ഇത് സ്റ്റോർ വാരിയേഷൻസ്. എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോറിൽ വാരിയേഷൻസ് വരാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ് അല്ലെ. റോങ് എൻട്രീസ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ എൻട്രി ചെയ്യുന്നതിലൂടെ അല്ലെ. എത്ര എണ്ണം, ചിലപ്പോ ഒരു 15 എണ്ണം ഉണ്ടാവുള്ളൂ, ചിലപ്പോ എന്ത് ചെയ്യും 20 എണ്ണം ആക്കി അവര് ചിലപ്പോ അല്ലെ. മനുഷ്യരാണല്ലേ, നമ്മൾ ചെയ്താലും ചിലപ്പോ വരാറുണ്ടല്ലോ അങ്ങനെയൊക്കെ. നമ്മൾ എന്ത് ചെയ്യും 20 ആക്കി അടിച്ചു കൊടുക്കും. അപ്പൊ അവിടെ കാണില്ല അല്ലെ എത്ര എണ്ണം നമ്മൾ എണ്ണി നോക്കുമ്പോ. അതെ. പിന്നെന്താ ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ, എന്താണ് കുറവുണ്ടാവാം ചിലതില് അല്ലെ. അപ്പോ വേരിയേഷൻസ്, സ്റ്റോറിലെ വേരിയേഷൻസ് വരാം. ഓവർ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. പിന്നെന്താ കെപ്റ്റ് ഇൻ റോങ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞിരുന്നു ബിൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുന്നുള്ളത് പറഞ്ഞില്ലേ. കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബോക്സിലോ ആക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസുകൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ബോക്സുകളും കണ്ടെയ്നേഴ്സും ഒക്കെ ഉണ്ടാവും. ചിലവർ എന്ത് ചെയ്യും, ചിലപ്പോൾ ധൃതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് വെക്കുമ്പോ എന്താണ് വേറൊരു ബോക്സിൽ കൊണ്ടുപോയി ഇടും. അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ അതിന്റെ അല്ല ബോക്സിൽ ഇടുന്നത്, വേറൊരു ബോക്സിൽ കൊണ്ടിടും. അപ്പൊ ഈ ബോക്സിൽ നോക്കുമ്പോ മെറ്റീരിയൽസിന്റെ എണ്ണം കുറവായിരിക്കും അല്ലേ. മാറിപ്പോകും. പിന്നെന്താ പിൽഫ്രേജ്. എന്തായിരിക്കാം പിൽഫ്രേജ്? ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലേ. മോഷണം. അതെ, മോഷണം. ഓക്കെ. അപ്പൊ എന്താണ് ഇപ്പോ ഈ എന്താ പറയാ ലോഷൻസ്, അതുപോലെ തന്നെ ഡെറ്റോള്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് കുറെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ പെട്ടെന്ന് ചിലതൊക്കെ എടുത്ത് മാറ്റുമ്പോ ആരും അറിയില്ല ഇല്ലേ. തുണികളായാലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചിലവര് ചെയ്യാറുണ്ട് അങ്ങനെ. എന്താണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെ ചിലപ്പോ എന്താണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ചെറുതും വലുതുമായിട്ടുള്ള ഐറ്റംസ് കുറെ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പിസ്കി കൊണ്ടുപോവുക അല്ലെ. പിസ്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ പറയുമ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് അതിനകത്ത് നിന്ന് നമുക്ക് അറിയില്ല പെട്ടെന്ന്. നമ്മൾ ചിലപ്പോ ഒരാൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കറക്റ്റ് ആണല്ലോ എന്ന് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് സ്റ്റോറിലെ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ ഇവാപറേഷൻ, എന്താണ് ഈ ചില സാധനങ്ങൾ ബാഷ്പീകരിച്ചു പോകും ഇല്ലേ. ബാഷ്പീകരിച്ചു പോകും ചിലത്. അപ്പൊ അങ്ങനെയുള്ളതില് വേരിയേഷൻസ് വരാം. പിന്നെ പേസ്റ്റ് ആയിട്ട് എക്സ്പയറി, അതുപോലെ തന്നെ ഓൾഡ് ഫാഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയും സ്റ്റോറിൽ വേരിയേഷൻസ് വരാം. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പിൽഫ്രേജ് അല്ലെ, മോഷണം എന്ന് നമ്മൾ പറഞ്ഞു. അതായത് എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ എന്ന് പറഞ്ഞാല് കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ഓക്കെ, കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് പിൽഫ്രേജ്, എന്താണ് ഒബ്സലൻസ്, എന്താണ് ഔട്ട്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഒന്നുകൂടി പറയണോ? കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ, കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ഹാൻഡ് വാഷ് അതൊക്കെ കൊണ്ടുപോവാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാട്ടോ, ചോദിക്കാറുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തരവാദിത്വം അല്ലെ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റും, ഉത്തരവാദിത്വം. അപ്പൊ എന്താണ്, സ്റ്റോക്കില് വ്യത്യാസം വന്നാല് കൃത്യമായിട്ടല്ല അവിടുത്തെ സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്.
അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റോക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, അവിടുത്തെ സ്റ്റാഫുകൾ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ആക്യുറസി, എന്താണ്, കൃത്യത അല്ലെ, ആക്യുറേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്, ഓരോ സ്റ്റോക്കിന്റെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ടല്ല അവര് ചെയ്യുന്നത്, കാര്യക്ഷമതയോട് കൂടിയിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല, കൃത്യമായിട്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒബ്സർവിങ് ഓഫ് തെഫ്റ്റ് ആൻഡ് ഫീൽസ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോക്കിൽ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് എന്താണ്, അത് നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മോഷണം സംഭവിക്കുന്നുണ്ട് അല്ലെ, കളവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് കളവ് ചെയ്ത ആളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കൃത്യമായിട്ടൊരു ഇപ്പോ താക്കീതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു താക്കീതാ, പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതിനുള്ള ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, എക്സാമൈനിങ് ഓഫ് സിസ്റ്റംസ്, അതായത് സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം. റിവ്യൂ ഓഫ് സേഫ്റ്റി, ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം നടത്തണം. സ്റ്റോക്കിൽ നമുക്കറിയാം അല്ലെ, ഡേഞ്ചറസ് ആൻഡ് നോൺ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കൃത്യമായിട്ട് ആ സ്റ്റോറിൽ നമ്മൾ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്താം, അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്താം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സുരക്ഷയോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ. നെക്സ്റ്റ് പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡിസ്ട്രിക്ട് ചുമ വന്നിട്ട് ബുദ്ധിമുട്ടാണ് തൊണ്ട കുത്തിയിട്ട്. 2 മിനിറ്റ് കേട്ടോ.
അയച്ചോ? കോഡിഫിക്കേഷൻ വായിച്ചു നോക്കിയായിരുന്നോ? എന്താ മനസ്സിലായ കോഡിഫിക്കേഷൻ? അയച്ചില്ലാരും? ആയി എന്നാലും സംസാരിക്കാം. അത് പെട്ടെന്ന് തൊണ്ട കുത്തി ചുമ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചുമയുണ്ട് ഓൾറെഡി. ഇങ്ങനെ വരുമ്പോ ഓക്കെ, കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ codification is the process of representing all items by a number or alphabet, the digit of which shows the group, the subgroup, and the type and the magnitude of the item. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റംസുകൾ പല പല ഐറ്റംസ് ഉണ്ടല്ലേ, ഐറ്റത്തിനെയൊക്കെ നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പായിട്ട് ടൈപ്പായിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപ്തി അല്ലെങ്കിൽ എത്ര അളവിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. വ്യാപ്തി അല്ലെങ്കിൽ എത്ര അളവിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഐറ്റത്തിനെ നമ്മൾ ആൽഫബറ്റിലോ നമ്പേഴ്സിലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പുകളോ സബ് ഗ്രൂപ്പുകളോ ടൈപ്പുകളോ ഇങ്ങനെയുള്ള എത്ര അളവിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. Numerical codification system, alphabetical system, alphanumerical system, decimal system, Kodak system, Bridge system. ഒന്നാമത് നോക്കാം. Numerical codification systems providing numbers to understand the group in store. Example 0 to 99 സർജിക്കൽ ഐറ്റംസ്. അപ്പോ നമ്മളിത് പറഞ്ഞു നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ആൽഫബറ്റോ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ, അതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ്. ആ പേരിൽ തന്നെയുണ്ട്. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഐറ്റത്തിനെ സ്റ്റോറിലുള്ള ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 0 to 99 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത് സർജിക്കൽ ഐറ്റത്തിന്. സർജിക്കൽ ഐറ്റത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് 0 to 99 ആണ്. പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. ചോദിക്കാറുള്ളത് എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് എഴുതണം. ഇനി ആൽഫബറ്റിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആൽഫബറ്റ്സ് അല്ലെ? ഓക്കെ, ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ഫസ്റ്റ് 3 letters ആൽഫബറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മെറ്റീരിയൽസിനെ. അതായത് നമ്മൾ എങ്ങനെയാണ്? ഫസ്റ്റ് 3 letters ആണ് അതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ SUR എന്നും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. SUR സർജിക്കൽ ആയിട്ടുള്ള ആ മെറ്റീരിയൽസ്, സർജിക്കൽ ഐറ്റത്തിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റിലാണെങ്കിൽ ഫസ്റ്റ് 3 letters ആണ്. അപ്പൊ SUR എന്നും കൂടി അവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താ? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്തായിരിക്കണം? അത് ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആൽഫബറ്റിക്കും അതുപോലെ തന്നെ നമ്പേഴ്സും കൂടി, അതിന്റെ രണ്ടും കൂടി കോമ്പിനേഷൻ ആണ് അല്ലെ? Is the combination of the alphabetical and numerical system. Use alphabetics to show main groups and
numbers for subgroups or vice versa. അപ്പൊ ന്യൂമറിക്സും നമ്മുടെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ വെച്ചിട്ടും ഇവിടെ ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ മെയിൻ ഗ്രൂപ്പിനെ ഒന്നല്ലെങ്കിൽ ആൽഫബറ്റിക് എന്നാണ്, സബ് ഗ്രൂപ്പിനെ എന്ന് പറയുന്നത് നമ്പേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തിരിച്ചും പറയാമെന്നാണ് അവർ പറയുന്നത്. മെയിൻ ഗ്രൂപ്പിനെ നമ്പേഴ്സ് വെച്ചിട്ടും പറയാം, സബ് ഗ്രൂപ്പിനെ ആൽഫബറ്റ് വെച്ചിട്ടും പറയാം. ക്ലിയർ ആയോ അത്? ഇനി ഡെസിമൽ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെസിമൽ സിസ്റ്റം എന്താ? ഡെസിമൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സില് ഇല്ലേ? ഓക്കെ, എന്താണ് ഡെസിമൽ സിസ്റ്റം പറയാൻ പറ്റോ? പോയിന്റ് നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, അല്ലേ? ഓക്കെ. ഡെസിമൽ സിസ്റ്റം, it is the use of a decimal to represent item. അല്ലെ, നമ്മൾ പോയിന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 50.1432. ഓക്കെ, അങ്ങനെ ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ട് സിസ്റ്റങ്ങളാണ് നമുക്ക് അറിയില്ല, അതായത് പുതിയ സിസ്റ്റങ്ങളാണ് അല്ലെ. കൊഡാക് സിസ്റ്റം ഉണ്ട്, ബ്രിഡ്ജ് സിസ്റ്റം ഉണ്ട്. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് 10 digits to represent an item. This is better to use the surgical department. അപ്പൊ കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 digits ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 digits യൂസ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, കൊഡാക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി ബ്രിഡ്ജ് സിസ്റ്റം എന്താണെന്ന് നോക്കിയേ. യൂസിങ് 7 digits to represent a specific item. ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിജിറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? 7 digits. അതിനെയാണ് നമ്മള് ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത് ചോദിക്കാറുണ്ട്. കൊഡാക് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. കൊഡാക്കിന് 10 ആണ്, ബ്രിഡ്ജിന് 7 ആണ് കേട്ടോ. ഓക്കെ, ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 digits യൂസ് ചെയ്യുന്നതിനെയാണ് ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ നോക്കി അവിടെ എക്സാമ്പിൾ 1.02.00.00 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സാമ്പിൾ അവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് സിസ്റ്റത്തിനെ നിങ്ങൾ എത്ര ഡിജിറ്റ് ആണെന്നുള്ളത് ഓർത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കി അടിയിൽ കൊടുത്തിരിക്കുന്ന നോക്കി 1.02.01.60 ബ്ലഡ് ഗ്യാസ് അനലൈസർ. ഓക്കെ, ഇനി 1.02.01.01 മെഡിക്കൽ BJA3. ഓക്കെ, റേഡിയന്റ് ട്രേയുടെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി എന്താണ് 1.02.00 ബോയിലസ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക് മെഷീൻ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി ആ എക്സാമ്പിള്. ബാക്കിയുള്ള 6 സിസ്റ്റം അതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൽഫബറ്റിലോ അല്ലെങ്കിൽ നമ്പേഴ്സിലോ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കാം. ഇതിലേത് നമ്പേഴ്സിലോ ആൽഫബറ്റിലോ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഏതൊക്കെയാണ് സിസ്റ്റംസ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ, നമ്പേഴ്സ് വെച്ചിട്ട് ആ പേരിൽ തന്നെയുണ്ട്. ആൽഫബറ്റിക്കൽ സിസ്റ്റം,
അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക്കൽ രണ്ടിന്റെയും കോമ്പിനേഷൻ അല്ലെ ആൽഫബറ്റിക്കും നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് രണ്ട് സിസ്റ്റംസ് ഏതൊക്കെയാണ്? കോഡാക് സിസ്റ്റം ഉണ്ട്, ബ്രിഡ്ജ് സിസ്റ്റം ഉണ്ട്. കോഡാക് സിസ്റ്റത്തിൽ എന്താണ് ഒരൈറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൈറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര ഡിജിറ്റ് ആണ്? 7 ഡിജിറ്റ് ആണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി പറയാനുണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, അപ്പൊ അത് കൂടുതൽ പറയാനുണ്ട് നിങ്ങളോട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്ര ഒന്നും അയച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത്രയും എടുത്തതില് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.